പോളോ ഫോക്സ്വാഗണിൻ്റെ ഫ്ലാഗ്ഷിപ്പ് മോഡലാണ്. ഒരുപാട് വാഹന എന്തൂസിയാസ്റ്റുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹാച്ച് ബാക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന പോളോ എന്ന വാഹനത്തിൻ്റെ പെർഫോമൻസ് എഡിഷൻ ആയിട്ടുള്ള GT എന്ന് പറയുന്ന വേരിയൻറ്റിൻ്റെ അകത്താണ് ഇന്ന് നമ്മളിരിക്കുന്നത്. അതായത് ഫോക്സ്വാഗൺ ഗ്രൂപ്പിൻ്റെ ഏറ്റവും പുതിയ പോളോ GT TSI 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന മോഡലിൻ്റെ അകത്ത് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ വാഹനത്തിൻ്റെ, അതായത് DSG ഗിയർ ബോക്സ് ഒഴിവാക്കിയതിന് ശേഷം വന്നിട്ടുള്ള പോളോ GTIയുടെ വിശേഷങ്ങളാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ GT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ് ടൂറിസ്മോ എന്നാണ് ഫോക്സ്വാഗൺ ഗ്രൂപ്പ് വിശേഷിപ്പിക്കുന്നത്. അതായത് ഫോക്സ്വാഗൺ ഗ്രൂപ്പിൻ്റെ പെർഫോമൻസ് എഡിഷൻ വാഹനങ്ങളെയാണ് GT എന്ന് വിശേഷിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ എക്സ്റ്റീരിയറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ചേഞ്ചുകൾ എക്സ്റ്റീരിയറിനുണ്ട്. അതായത് ഫ്രണ്ടിൽ ബോണറ്റിൻ്റെ അവിടെ നമുക്കൊരു GT ബാഡ്ജിങ് കാണാം, ബാക്കിൽ നമുക്കൊരു GT ബാഡ്ജിങ് കാണാം. അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ സി പില്ലറിൽ നമുക്കൊരു GT ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അവിടെ GT TSI എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡോർ തുറക്കുന്ന സമയത്ത് ആ താഴ്ഭാഗത്തും നമുക്കൊരു GT TSI എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. ഇങ്ങനെ GT എന്ന് പറയുന്ന ബാഡ്ജുകൾ ഈ വാഹനത്തിൻ്റെ പല ഭാഗത്തായിട്ട് നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം മിററാണ്. നമ്മൾ സാധാരണ നേരത്തെ നമ്മൾ TSI വാഹനങ്ങളിൽ കണ്ട മിറർ ബോഡി കളേർഡ് ആയിട്ടുള്ള മിററായിരുന്നു എങ്കിൽ ഈ വാഹനത്തിനകത്ത് നമുക്കൊരു ബ്ലാക്ക് മിററാണ് വരുന്നത്. അതായത് പിയാനോ ബ്ലാക്ക് കവർ ചെയ്തിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു മിറർ. അതുപോലെ തന്നെയുള്ളൊരു ചേഞ്ചാണ് ബാക്കിൽ നമ്മുടെ സ്പോയിലർ. GTയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ബാക്കിലൊരു സ്പോയിലർ വരുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ TSIയുടെ അകത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് എക്സ്റ്റീരിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ വാഹനത്തിന് വരുന്ന, അതായത് സാധാരണ പോളോയിൽ നിന്ന് അല്ലെങ്കിൽ TSI പോളോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് GT എന്ന് പറയുന്ന വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്തുള്ള വ്യത്യാസങ്ങൾ. അതോടൊപ്പം തന്നെ ഇൻറ്റീരിയറിൻ്റെ അകത്ത് അങ്ങനെ കാര്യമായ ചേഞ്ചുകളൊന്നും തന്നെ വരാനില്ല. അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡ്രൈവ് കംഫർട്ടാണ് എന്നുള്ളതാണ്. പക്ഷേ പുതിയ GTയുടെ അകത്തേക്ക് വന്ന സമയത്ത് ഒരു വലിയ ചേഞ്ച് വന്നിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ പുതിയ TSI, അതായത് 1 ലിറ്റർ TSI വന്ന സമയത്തും പറഞ്ഞൊരു കാര്യമാണ്. DSG എന്ന് പറയുന്ന ഫോക്സ്വാഗൺ ഗ്രൂപ്പിൻ്റെ എക്കാലത്തെയും ഹൈലൈറ്റ് ആയിട്ടുള്ള ആ ഒരു ഡ്യുവൽ ഷിഫ്റ്റ് ഗിയർ ബോക്സ് 7 സ്പീഡ് DSG എന്ന് പറയുന്ന സംഭവം ഫോക്സ്വാഗൺ പോളോയിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തൂസിയാസ്റ്റിക് ഡ്രൈവുകളെ ഭയങ്കര വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു. കാരണം പോളോയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അതിൻ്റെ കൂടെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് 7 സ്പീഡ് DSG എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ വാഹനത്തിനകത്ത് ആ ഒരു 7 സ്പീഡ് DSGക്ക് പകരമായിട്ട് വന്നിട്ടുള്ളത് ഒരു 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ട്രാൻസ്മിഷൻ, 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കൊരു മാനുവൽ കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്, ടോർക്ക് കൺവേർട്ടറാണ്. നമുക്കൊരു പാഡിൽ ഷിഫ്റ്റ് ഈ വാഹനത്തിനകത്തില്ല. ഒരു പാഡിൽ ഷിഫ്റ്റും കൂടി കൊടുത്തിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു മാനുവൽ മോഡിലേക്കൊക്കെ മാറ്റി ആ ഒരു എന്തൂസിയാസം നിലനിർത്തിയിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, അതായത് ഈ ഒരു ടോർക്ക് കൺവേർട്ടർ ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും DSG ഗിയർ ബോക്സിന് മിസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ് കാരണം എന്നൊക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ ഇത് ഓടിക്കുമ്പോൾ ഈ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി, പെർഫോമൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. മാത്തമാറ്റിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം ഒരു 1 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ്. അതൊരു ടർബോ പെട്രോൾ എഞ്ചിനാണ്. പെട്രോൾ മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫോക്സ്വാഗൺ ഇനി ഡീസൽ വാഹനങ്ങൾ ഇറക്കുന്നില്ല. പല വാഹന കമ്പനികളും ഡീസൽ എന്ന് പറയുന്ന മോഡലുകൾ നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഫോക്സ്വാഗനും ഡീസൽ വാഹനങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാഹനത്തിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 110 PS പവറാണ്. അതുപോലെ തന്നെ 175 Nm ടോർക്ക്. നേരത്തെ ഉണ്ടായിരുന്ന 1.2 ലിറ്റർ എഞ്ചിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് അതിനേക്കാളും പവർ കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ടോർക്ക് സെയിം തന്നെയാണ്. ഇനി നമുക്ക് ഈ വാഹനം ഒന്ന് നല്ല രൂപത്തിൽ ഓടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് ആക്സലറേറ്റർ കൊടുക്കാം. ആക്സലറേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് വാഹനം അങ്ങോട്ട് കയറി പോകുന്നുണ്ട്. അതായത് നല്ല പെർഫോമൻസിലേക്ക് വരുന്നുണ്ട്. ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് കൊടുത്തിട്ട് എടുക്കുന്ന ആ ഒരു സമയത്ത് നമുക്കൊരു ചെറിയ ലാഗ്, അതായത് 3 സെക്കൻഡിൻ്റെ ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 സെക്കൻഡിൻ്റെ ലാഗ് എന്ന് ഞാൻ പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുവൽ ട്രാൻസ്മിഷൻ, അതായത് 1 ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷൻ നമുക്ക് 0 to 100 കിലോമീറ്റർ സ്പീഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം 9.9 സെക്കൻഡാണ്. അത് ഓട്ടോമാറ്റിക്കിലേക്ക് വരുന്ന സമയത്ത്, അതായത് 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എടുക്കുന്നത് 12 സെക്കൻഡോളമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു 3 സെക്കൻഡിൻ്റെ ഗ്യാപ്പ്, അതായത് ആ ഒരു 3 സെക്കൻഡിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ശരിക്കും വണ്ടി ലോഞ്ച് ചെയ്യുന്ന സമയത്താണ്. അതായത് നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി അത് ലോഞ്ചായിട്ട് വരാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു ചെറിയ ലാഗ്, ഒരു മൈന്യൂട്ട് ലാഗ് ആണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു 0 to 100 പെർഫോമൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വന്നിട്ടുള്ള വ്യത്യാസം. കാരണം ടോർക്ക് അങ്ങോട്ട് റെഡിയായി വന്നു കഴിഞ്ഞാൽ പിന്നെ വാഹനം സാധാ നമ്മുടെ DSG ഓടിക്കുന്ന ആ ഒരു ഫീലിൽ തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ DSG ഗിയർ ബോക്സിനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ശരിക്കും പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ DSG മിസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്വിക്ക് പെർഫോമൻസും അതുപോലെ തന്നെ ആ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഗിയറും കാര്യങ്ങളും ഒക്കെ ചേഞ്ചായി വരുന്നു, നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് പവറും കാര്യങ്ങളും സെറ്റായിട്ട് വരുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ആ DSG എന്ന് പറയുന്ന ഗിയർ ബോക്സിൻ്റെ ഹൈലൈറ്റ്. അങ്ങനെ നോക്കുന്ന സമയത്ത് വളരെ ക്വിക്കായിട്ട് അപ്ഷിഫ്റ്റ് ചെയ്യുന്ന ഗിയർ ബോക്സ്. ഇപ്പം ഞാൻ ഉണ്ടോ ഷിഫ്റ്റ് ചെയ്ത് 4ലേക്ക് വന്നു ഗിയർ. നമുക്ക് ആവശ്യം, അതായത് നമ്മൾ മനസ്സാഗ്രഹിക്കണം, അതായത് ഗിയർ ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട് എന്നുള്ള ആ ഒരു തോന്നൽ വരുന്നതിൻ്റെ സെക്കൻഡുകൾക്ക് മുമ്പ് തന്നെ ഗിയർ മാറി നമുക്ക് വേണ്ടി റെഡി ആവുന്ന തരത്തിലുള്ള ഒരു ഫീലിംഗ് നമുക്ക് ഈ വാഹനത്തിനകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊന്ന് സ്പീഡിൽ പോയിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യം നമുക്കൊന്ന് നോക്കാം. നമ്മളൊന്ന് കുറച്ച് സ്പീഡിലേക്ക് വന്നു, മുന്നിൽ ഒരു ചെറിയ ട്രാഫിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യാണ്, ഉടനെ തന്നെ കേട്ടോ 2ലേക്ക് വന്നു. നേരത്തെ ഉണ്ടായിരുന്നത് 3 ആയിരുന്നു, 3ൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ 2ലേക്ക് വന്നു. അപ്പോൾ ട്രാൻസ്മിഷൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത് അങ്ങനെ കാര്യമായിട്ട് അറിയുന്നില്ല. അപ്പോൾ ട്രാഫിക്, അതായത് നല്ല ട്രാഫിക്കൊക്കെ ഉള്ള, അപ്പോൾ നല്ല സിറ്റിയിലൊക്കെയാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട്, അതായത് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഈ ഒരു ട്രാൻസ്മിഷനെ കൊണ്ടു നടക്കാം. മാത്രമല്ല നമ്മളൊരു പെർഫോമൻസ് ഇഷ്ടപ്പെടുന്ന ആളാണ്, നമുക്ക് നല്ല പെർഫോമൻസിൽ വാഹനം ഓടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടോ ആ ഒരു സെക്കൻഡിൽ ലാഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഹെവിയാണ്. അതായത് RPM അങ്ങോട്ട് കയറുന്നതനുസരിച്ച് വാഹനം വേറെ ഒരു ഫീലിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതിനെ നമുക്ക് പറയാൻ കഴിയും. ആ തരത്തിൽ വളരെ സ്മൂത്തായിട്ടുള്ള, വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എൻജിൻ എന്ന് തന്നെ നമുക്ക് ഈ വാഹനത്തെ വിശേഷിപ്പിക്കാം. ശരിക്കും പറഞ്ഞാൽ 7 സ്പീഡ് DSG നമ്മൾ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഈ ഒരു 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കിലൂടെ ഫോക്സ് വാഗൺ നമുക്ക് തരുന്ന ആ ഒരു ഫീല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ട് നമുക്ക് ആ ഒരു 7 സ്പീഡ് DSG മിസ് ചെയ്യുന്നില്ല എന്ന് പറയേണ്ടി വരും. അതിനനുസരിച്ച് ശരിക്കും ഈ ഒരു ഗിയർ ബോക്സ് നമ്മളെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആവശ്യമുള്ള സമയത്ത് തന്നെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട്, ആവശ്യമുള്ള സമയത്ത് തന്നെ ഡൗൺ ഷിഫ്റ്റ് ഒക്കെ ചെയ്തുകൊണ്ട് നമ്മളെയും കൂടി ഈ ഡ്രൈവിൻ്റെ ഒരു ഭാഗമാക്കാൻ ഫോക്സ് വാഗൺ ഈ ഒരു 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കിലൂടെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്ലസ് ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ്, നമുക്ക് എടുത്തു പറയാം. കാരണം ആ ഒരു വ്യത്യാസം, അതായത് 7 സ്പീഡ് DSGയുടെ വ്യത്യാസം അങ്ങനെ കാര്യമായിട്ടൊന്നും നമ്മൾ അറിയുന്നില്ല. അത് നമ്മൾ ഓടിക്കുന്ന സമയത്ത് തന്നെ ഫീൽ ചെയ്യും. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ പറയുന്ന പോലെ തന്നെ ഈ ഒരു ഫോക്സ് വാഗൺ ഗ്രൂപ്പുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ കംഫർട്ടാണ്. ആ സ്റ്റെബിലിറ്റിയും ബിൽഡ് ക്വാളിറ്റിയും ആ ഒരു കോൺഫിഡൻസും അത് ഈ പോളോയുടെ അകത്തും നിലനിർത്തിയിട്ടുണ്ട്. യാതൊരുവിധ മാറ്റങ്ങളുമില്ല. വാഹനം സ്പീഡിലേക്ക് കൊണ്ടുപോകുന്നതിനനുസരിച്ച് നമ്മളും കൂടി കംഫർട്ട് ആവുന്ന തരത്തിൽ തന്നെയാണ് വാഹനത്തിൻ്റെ ഡ്രൈവും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുള്ളത്. അതും ഒരു നല്ല കാര്യമാണ്. പിന്നെ വാഹനത്തിൻ്റെ NVH ലെവൽ നിങ്ങൾ ആലോചിച്ചാൽ മതി. വാഹനത്തിനകത്തേക്ക് എത്രമാത്രം സൗണ്ട് കേൾക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് പുതിയ പോളോയുടെ അകത്ത് വന്നിട്ടുള്ളത്. അപ്പോഴും പലരുടെയും സംശയം ബാക്കിയുണ്ട്, 1.2 ലിറ്റർ നിന്ന് 1 ലിറ്റർ ആക്കിയ സമയത്ത് കാര്യമായൊരു പെർഫോമൻസ് മാറ്റം വന്നില്ലേ എന്നുള്ളത്. അതും അങ്ങനെ വന്നിട്ടില്ല. കാരണം എൻജിൻ കപ്പാസിറ്റി കുറച്ചിട്ടുണ്ടെങ്കിൽ പോലും പവർ കൂട്ടിയിട്ടാണ് ഈ വാഹനം വന്നിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ ഈ വാഹനം ഒന്ന് സ്പീഡിലേക്ക് കൊണ്ടുവന്നിട്ട് നല്ലൊന്ന് RPM കയറ്റി ഓടിച്ചു നോക്കുകയാണ്. ഫസ്റ്റ് തന്നെ ആക്സിലേഷൻ കൊടുത്ത് ട്രാക്ഷൻ കൺട്രോളൊക്കെ ഓഫ് ചെയ്തിട്ടാണ്, ഇതിനകത്ത് ട്രാക്ഷൻ കൺട്രോളൊക്കെ ഉണ്ടൊക്കെ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ എടുത്തത്. അതുകൊണ്ടാണ് ആ ഒരു സ്പിൻ സൗണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഫിഡൻസ് ആണ്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര സ്പീഡിലേക്ക് പോയി കഴിഞ്ഞാലും വാഹനം നമ്മളെ കൺട്രോളിൽ നിൽക്കും എന്നൊക്കെയുള്ള ആ ഒരു കംഫർട്ടും ആ ഒരു കോൺഫിഡൻസും ഉണ്ടല്ലോ. അത് തന്നെയാണ് ശരിക്കും റോട്ടിൽ വേണ്ട ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണല്ലോ. അങ്ങനെ നോക്കുന്ന സമയത്ത് ആ കാര്യത്തിൽ ഫോക്സ് വാഗണിൻ്റെ പോളോ അല്ലെങ്കിൽ ഫോക്സ് വാഗൺ വാഹനങ്ങളൊക്കെ തന്നെയും ആ ഒരു കാര്യത്തിൽ നമുക്ക് നല്ല കോൺഫിഡൻസ് ആണെന്ന് പറയാം. നമ്മളിപ്പോൾ ഏകദേശം ഒരു 4000 RPMലേക്കൊക്കെ വാഹനത്തെ എത്തിച്ചിട്ടുണ്ട്. ഉണ്ടോ ഇതിലൊക്കെ പോകുമ്പോൾ വളരെ സ്മൂത്ത് ആൻഡ് കംഫർട്ട് ഡ്രൈവാണ്. ഒരു പ്രശ്നമില്ല. സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ റെസ്പോൺസൊക്കെ നല്ല സൂപ്പറായിട്ട് നല്ല കോൺഫിഡൻറ്റോട് കൂടി തന്നെ നമുക്ക് തരുന്ന തരത്തിൽ കർവുകളൊക്കെ എടുക്കുന്ന സമയത്തൊന്നും അങ്ങനെ ഒരു പ്രശ്നമില്ല. ആണോ വളരെ സ്മൂത്തായിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വാഹനമായിട്ട് തന്നെയാണ് പോളോ എക്കാലത്തും വിശേഷിപ്പിക്കപ്പെടുന്നതും ആ ഒരു തരത്തിൽ തന്നെയാണ്. നല്ലൊരു ഫീലാണ് എപ്പോഴും പോളോ ഓടിക്കും. മാത്രമല്ല പോളോ ഓടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോളോ റിവ്യൂ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു ആവേശമാണ്. അത് എന്താണെന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് പോളോ GT TSI എന്ന് പറയുന്ന പുതുതായിട്ട് വന്നിട്ടുള്ള 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പറയാനുള്ളത്. നമ്മളൊരു ടേൺ എടുത്തതാണ്. ഒറ്റ ടേണിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, റോട്ടിലേക്ക് തന്നെ ഒടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അതായത് പരിമിതമായ സ്ഥലത്ത് തന്നെ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു കംഫർട്ടാണ്. വളരെ ലൈറ്റായിട്ട് നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെയും ചെയ്തിട്ടുള്ളത്. പിന്നത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഈ വാഹനത്തിന് എന്ത് വില വരും എന്നുള്ളതാണ്. പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11.40 ലക്ഷം രൂപയാണ് ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഓൺ റോഡാണ്, എക്സ്ഷോറൂം അല്ല. അതോടൊപ്പം തന്നെ ഈ വാഹനത്തിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു 17 km/ലിറ്റർ എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് പോളോയുടെ GT TSI എന്ന് പറയുന്ന വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ്.
വളരെ പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ DSG എന്ന് പറയുന്ന ഗിയർ ബോക്സിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് എങ്കിലും ആ ഒരു മിസ്സിങ് കാര്യമായി ഫീൽ ചെയ്യിപ്പിക്കാത്ത തരത്തിൽ തന്നെ നമുക്ക് നമ്മുടെ പുതിയ ഗിയർ ബോക്സ്, അതായത് സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അത് DSG മിസ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ള ഒരു തോന്നലിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നില്ല എന്നുള്ള കാര്യം തന്നെ പറയാം. അതായത് ക്വിക്കായിട്ടുള്ള ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് നല്ലൊരു പെർഫോമൻസ് തരുന്നുണ്ട്. രണ്ടാമതൊരു കാര്യം, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു എന്തൂസിയാസം ഇപ്പോഴും പോളോ നിലനിർത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് പറയാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ പോളോയുടെ ഡിസൈനിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതൊക്കെ വലിയ സപ്പോർട്ടാണ്, സബ്സ്ക്രൈബ് ചെയ്യുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതൊക്കെ. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും ഒന്ന് ഫോളോ ചെയ്യുക. നമ്മുടെ കൂടുതലായിട്ടുള്ള അപ്ഡേഷൻസും അതുപോലെ തന്നെ നമ്മുടെ പുതിയ വാഹനങ്ങളുടെ വിശേഷങ്ങൾ, ലോഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പുതിയ പുതിയ വാഹനങ്ങളുടെ പ്രൈസ് റേഞ്ചുകൾ, അങ്ങനെ പിന്നെ ഒരുപാട് ഫോട്ടോസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമും ഒന്ന് ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു വാഹനം നമുക്ക് റിവ്യൂ ചെയ്യാൻ തന്നിട്ടുള്ളത് ഫിനിക്സ് കാർസ് ആണ്. നമ്മൾ സാധാരണ ഫോക്സ് വാഗൺ വാഹനങ്ങൾ റിവ്യൂ ചെയ്യാറുള്ളത് ഫിനിക്സ് കാർസിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഫിനിക്സ് കാർസിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ പോളോയുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ടെസ്റ്റ് ഡ്രൈവ് ആവശ്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫിനിക്സ് കാർസിൻ്റെ ആ ഒരു കോൺടാക്ട് ഡീറ്റെയിൽസിൽ ബന്ധപ്പെടാം. അവർ നിങ്ങൾക്കത് കാര്യമായിട്ട് തന്നെ ചെയ്തു തരും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ഇതിലും നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.